Spirit of the Times. Lesson 6, Intensive Care Unit. An article written by Dr. Sumit Ray. Dr. Sumit Ray, based in Delhi, works as consultant faculty critical care medicine at Sir Gangaram Hospital, New Delhi. ന്യൂഡൽഹിയിലെ സർ ഗംഗാറാം ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിനിൽ കൺസൾട്ടന്റ് ഫാക്കൽറ്റി ആയിട്ട് ജോലി ചെയ്യുന്നു ഡൽഹിയിൽ. He is a popularizer of science and has more than passing interest in sociology, history, politics and public health. അദ്ദേഹം ശാസ്ത്രത്തിൻ്റെ പ്രചാരകനാണ്. ഒപ്പം തന്നെ ചരിത്രം, സാമൂഹ്യശാസ്ത്രം, രാഷ്ട്രതന്ത്രം, പൊതുജനാരോഗ്യം എന്നീ വിഷയങ്ങളിൽ വെറുമൊരു താല്പര്യം എന്നതിലുപരി ഒത്തിരി അഗാധമായ അറിവുള്ള മനുഷ്യൻ. സുമിത് റേ ഈസ് ഓൾസോ എ ട്രാവൽ ആൻഡ് വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റ്. ഒരു യാത്രാകുതുകയും വന്യജീവി അന്വേഷണ കുതുകയും ഒക്കെയാണ് ഈ ഡോക്ടർ. വൺ ഫ്രൈഡേ ഈവനിങ് ഇൻ ഏർലി ഡിസംബർ ആദ്യം ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം, after trying to recover from the exertions of a night spent in the intensive care unit of the big private hospital in Delhi, ഡൽഹിയിലെ ആ വലിയ പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ വളരെ പരിക്ഷീണിതമായ ദിവസങ്ങൾ ചെലവഴിച്ച സമയം ജോലി ചെയ്തതിന് ശേഷം, where we take care of critically ill patients 6 days a week, about 47 weeks in a year. അവിടെ ഞങ്ങൾ വളരെ നിർണായകമായ തീവ്ര പരിചരണത്തിൽ ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്ന സ്ഥലമാണ് ആ ICU. ആഴ്ചയിൽ 6 ദിവസം, വർഷത്തിൽ 47 ആഴ്ചകളിലും ഇതേപോലെ ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു. അവിടെ നിന്ന് ഐ വാക്ക്ഡ് ഇൻ ടു ബാരിസ്റ്റ ഔട്ട്ലെറ്റ്. ഞാൻ ഒരു ബാരിസ്റ്റ ഔട്ട്ലെറ്റിലേക്ക്, ഒരു കോഫി ഷോപ്പിലേക്ക് ഞാൻ നടന്നു. ഫോർ എ കപ്പ് ഓഫ് കോഫി ആൻഡ് പിക്ഡ് അപ്പ് എ ലീഡിംഗ് ന്യൂസ് മാഗസിൻ. ഒരു കപ്പ് കാപ്പ് കുടിക്കാനും പിന്നെ അവിടെ നിന്ന് ഒരു ലീഡിംഗ് ന്യൂസ് മാഗസിൻ എടുക്കാനുമായിട്ട്. വൺ ഓഫ് ദ മെയിൻ സ്റ്റോറീസ് ഇൻ ദാറ്റ് ഇഷ്യൂ വാസ്, ആ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ആ ഇഷ്യൂവിലെ പ്രധാനപ്പെട്ട സംഭവകഥകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് ഇതാണ്, ദാറ്റ് അബൌട്ട് ദിസ് ന്യൂ ടെക്നിക് ഓഫ് കാർഡിയാക് സർജറി. ഒരു പുതിയ സങ്കേതത്തിൽപ്പെട്ട കാർഡിയാക് ശസ്ത്രക്രിയയാണ് പറഞ്ഞിരിക്കുക. which was being introduced in a major cardiac center of the city. പട്ടണത്തിലെ പ്രധാനപ്പെട്ട കാർഡിയാക് സെന്ററിൽ ആവിഷ്കരിക്കപ്പെട്ടതാണ് ഇത്. The hero of the piece was obviously a very famous cardiac surgeon of the city. ഈ നമ്മുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന നായകനായിട്ടുള്ളത് മറ്റാരുമല്ല, പട്ടണത്തിൽ പുതിയതായി വന്നെത്തിയിരിക്കുന്ന ഒരു പ്രശസ്ത കാർഡിയാക് സർജനെ കുറിച്ചാണ്. ആൻഡ് കൺട്രി, രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ചത്, who had trained and worked extensively in the US. അമേരിക്കയിൽ വിപുലമായ തോതിൽ പരിശീലനം ലഭിച്ചതും ജോലി ചെയ്തതുമായ ഒരു ഡോക്ടർ. The article was hard pressed to prove how new the technology was. ഈ സാങ്കേതിക വിദ്യ എത്ര പുത്തനാണ് എന്ന് പറയാനാണ് ഈ ആർട്ടിക്കിൾ കഠിനമായി ശ്രമിക്കുന്നത്. It had been introduced in the US just 6 months back. അത് അമേരിക്കയിൽ ആവിഷ്കരിച്ചിട്ട് വെറും 6 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. What was even more interesting for me was, എന്നെ സംബന്ധിച്ച് കൂടുതൽ താല്പര്യം ജനിപ്പിച്ച കാര്യം ഇതായിരുന്നു, അത് that another weekly also carried a very similar article on the same procedure. ഇതേ നടപടിക്രമം വിശദീകരിക്കുന്ന മറ്റൊരു ആർട്ടിക്കിൾ കൂടി ഉണ്ടായിരുന്നു. മറ്റൊരു വീക്കിലി കൂടി അത് സമാനമായ ആർട്ടിക്കിൾ എഴുതിയിരുന്നു, വിത്ത് വെരി സിമിലർ പോയിന്റ്സ് ബീയിങ് സ്ട്രെസ്ഡ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് അതേ ആ പോയിന്റുകൾ തന്നെയാണ് ഊന്നി പറഞ്ഞിരുന്നത് ആ മാസികയിൽ. ബോത്ത് ദ ആർട്ടിക്കിൾസ് സ്പോക്ക് അബൌട്ട് ഹൗ പ്രിസൈസ് ദ ടെക്നോളജി വാസ്. ഈ 2 ആർട്ടിക്കിളുകളും പറയുന്നത് ഈ സാങ്കേതിക വിദ്യ എത്ര സൂക്ഷ്മമാണ് എന്നാണ്. ഹൗ ദ സർജൻ ഡിഡ് നോട്ട് ടച്ച് ദ പേഷ്യൻ്റ് അറ്റ് ഓൾ. സർജൻ രോഗിയെ തൊടുക പോലും ചെയ്യാത്ത ഇത് ഈ ശസ്ത്രക്രിയ എപ്രകാരമാണെന്നാണ്. ബട്ട് ഓപ്പറേറ്റഡ് ത്രൂ വെരി പ്രിസൈസ് റോബോട്ടിക് ആംസ്. പിന്നെയോ ശസ്ത്രക്രിയ നടക്കുന്നത് വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള റോബോട്ടിക് കരങ്ങൾ കൊണ്ടാണ്. which took away a minutest tremor of the surgeon's hands. സർജന്റെ കൈകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും സൂക്ഷ്മങ്ങളായ മൈന്യൂട്ടസ്റ്റായ വിറയൽ, ട്രമറുകൾ പോലും അത് എടുത്തു മാറ്റും. അങ്ങനെയാകുമ്പോൾ ശസ്ത്രക്രിയ കൂടുതൽ സുരക്ഷിതമാകും. ഇറ്റ് സ്പോക്ക് അബൌട്ട് ഹൗ ദ ഇൻസിഷൻസ് വേർ വെരി സ്മോൾ. ഉണ്ടാക്കുന്ന മുറിവുകൾ, ഇൻസിഷനുകൾ അത് വളരെ ചെറുതായിരുന്നു എന്നതാണ് ആ മാസികയിൽ പറഞ്ഞിരിക്കുന്നത്. കമ്പയർഡ് ടു ദ ലാർജ് ഇൻസിഷൻസ് ആൻഡ് സ്പില്ലേജ് ഓഫ് ബ്ലഡ് ആൻഡ് ഗോർ. ഒരുപാട് വലിയ മുറിവുകളും രക്തത്തിൻ്റെ ചീറ്റി ഒഴുകലും ഒക്കെ
ഗോറും ഒക്കെ ഒഴിവാക്കുന്നതായിരുന്നു അത് മറ്റേ പഴയ രീതിയേക്കാൾ. ഡ്യൂറിങ് ദ കൺവെൻഷണൽ ഓപ്പൺ ഹാർട്ട് സർജറി, പരമ്പരാഗതമായ ഓപ്പൺ ഹാർട്ട് സർജറിയിൽ അതെല്ലാം വരുമായിരുന്നു. ഐ ആം നോ പ്രൊപ്പണന്റ് ഓഫ് ദ ഓൾഡ് ഇസ് ഗോൾഡ് അഡാജ്. ഞാൻ പഴയതാണ് സ്വർണം എന്ന് പറയുന്ന, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന ആ പഴയ ആപ്തവാക്യത്തിൻ്റെ വക്താവൊന്നുമല്ല. ആൻഡ് ഐ ഡു നോട്ട് ഡൗട്ട് ദാറ്റ് ദിസ് പ്രൊസീജിയർ വെൻ മാസ്റ്റേർഡ് ആക്ച്വലി കോസസ് മച്ച് ലെസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ. പിന്നെ ഞാൻ ഈ പുതിയ സാങ്കേതിക വിദ്യയെ ഒട്ടും സംശയിക്കുന്നുമില്ല. എപ്പോഴാണോ ശരിക്കും നമ്മളത് നന്നായി പരിശീലിക്കുന്നത്, അപ്പോൾ അത് ഏറ്റവും കുറവ് മാത്രമാണ് ഓപ്പറേഷന് ശേഷമുള്ള വേദന രോഗിക്ക് അറിയേണ്ടി വരുന്നുള്ളൂ എന്ന കാര്യത്തോടും ഞാൻ തർക്കിക്കുന്നില്ല. ആൻഡ് ഡിസ്കംഫർട്ട് ടു ദ പേഷ്യൻ്റ് ആൻഡ് പോസിബിളി റിക്വയേഴ്സ് എ സംവാട്ട് ഷോർട്ടർ സ്റ്റേ ഇൻ ഹോസ്പിറ്റൽ. ഒരുപക്ഷെ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ അധികം നീണ്ട കാലം ഹോസ്പിറ്റലിൽ രോഗിക്ക് ചെലവഴിക്കേണ്ടി പോലും വരികയില്ല. ഹവർ എന്തുമാവട്ടെ, വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ് ഫോർ മീ ആസ് എ ഡോക്ടർ, ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് കൂടുതൽ രസകരമായി തോന്നിയത് ഇതാണ്. ഹു വർക്ക്സ് ഇൻ ദ ICU, പ്രത്യേകിച്ചും ICUവിൽ ജോലി ചെയ്യുന്നു, വിത്ത് എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് മോഡേൺ ടെക്നോളജി. അത് നല്ല ആധുനിക സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു ഹോസ്പിറ്റലിലെ ICUവിൽ വർക്ക് ചെയ്യുമ്പോൾ, ഈസ് ഹൗ ഈസിലി എ കാർഡിയാക് സർജൻ റിനൗണ്ട് ഫോർ ഹിസ് ഫാന്റാസ്റ്റിക് ഹാർട്ട് സ്കിൽസ്. ഒരു എത്ര ലളിതമോ എളുപ്പമോ ആയിട്ടാണ് ഒരു കാർഡിയാക് സർജൻ തൻ്റെ അതിശയകരമായ കൈപുണ്യത്തിന് പേരെടുക്കുന്നത്. വാസ് റെഡി ടു ഗിവ് അപ്പ് ദാറ്റ് റെപ്യൂട്ടേഷൻ. അങ്ങനത്തെ കാർഡിയാക് സർജനാണ് ഇപ്പോൾ തൻ്റെ ആ പേരും പ്രശസ്തിയും ഇതാ ഒരു യന്ത്രത്തിന് മുന്നിൽ അടിയറ പറയാൻ പോകുന്നത്. ഇൻസ്റ്റഡ് അതിന് പകരം ദ റോബോട്ട് ഹാഡ് ബീൻ അക്നോളജ്ഡ് ആസ് ഫാർ മോർ കേപ്പബിൾ ഓഫ് മേക്കിംഗ് സർജറി സേഫ് ആൻഡ് ഷുവർ. ശസ്ത്രക്രിയ കൂടുതൽ സുരക്ഷിതത്വവും ഉള്ളതും അതുപോലെ തന്നെ ഉറപ്പായിരുന്ന വിജയം നേടുന്നതുമായിട്ട് അംഗീകരിക്കുവാനായിട്ട് ഇതാ റോബോട്ട് കടന്നെത്തിയിരിക്കുന്നു. ഫ്രീ ഫ്രം ദ സ്ലൈറ്റസ്റ്റ് ഓഫ് ട്രമേഴ്സ്. ഡോക്ടറുടെ കൈകൾക്കുണ്ടാവുന്ന ഏറ്റവും നേരിയ സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ട്രമർ, വിറയൽ പോലും ഒഴിവാക്കിക്കൊണ്ട്. ഐ ആം വെരി ഷുവർ ദാറ്റ് ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് റോബോട്ടിക് ടെക്നിക്, ഈ റോബോട്ടിക് ടെക്നിക്ക് ആവിഷ്കരിക്കുന്നതിൻ്റെ മുൻപേ തന്നെ ജേർണലിസ്റ്റ് would have been hard pressed to make him accept that his fingers had even faintest of tremors. അതായത് പത്രലേഖകന്മാരും മറ്റും എഴുതി പിടിപ്പിച്ചതനുസരിച്ച് അയാൾ ഇങ്ങനെ അയാളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ, ഡോക്ടറെ കൊണ്ട്, അതായത് എന്തോന്ന്, ഡോക്ടറുടെ കൈകൾക്ക് ചെറിയ ഫെയിൻറ്റസ്റ്റ് ആയിട്ടുള്ള വിറയലുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം. ബട്ട് ഈവൻ ഹി, ദ ഇന്ത്യൻ അവതാർ ഓഫ് ദ ഗോഡ് ഓഫ് കാർഡിയാക് സർജറി, അദ്ദേഹം ഇന്ത്യൻ അവതാർ കാർഡിയാക് സർജറിയുടെ ഈ ദൈവം എന്നൊക്കെ വിളിക്കുന്ന ഈ യന്ത്രം പോലും വാസ് റെഡി ടു ബോ ഡൗൺ ടു ഗോഡ്. അങ്ങനത്തെ ആ കാർഡിയാക് ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ദൈവത്തിന് തുല്യമായ സ്ഥാനം നൽകപ്പെടുന്ന ഡോക്ടർ പോലും ഇതാ തയ്യാറാകുന്നു. വാസ് റെഡി ടു ബോ ഡൗൺ ടു ഗോഡ് ഓഫ് ടെക്നോളജി. സാങ്കേതിക വിദ്യ ഒരുക്കിയിരിക്കുന്ന ഈ യന്ത്ര മനുഷ്യന് മുൻപിൽ ഇതാ തലകുനിച്ച് നിൽക്കാൻ തയ്യാറായിരിക്കുന്നു. ആൻഡ് ആക്സെപ്റ്റ് ഹിസ് ഹ്യൂമൻ ഫ്രൈലിറ്റീസ്. സർപ്രൈസിംഗ്ലി, അതിശയകരമെന്ന് പറയട്ടെ, ദി ആർട്ടിക്കിൾ ഡിഡ് നോട്ട് റൈസ് എനി ക്വസ്റ്റ്യൻ അബൌട്ട് ദിസ് ന്യൂ പ്രൊസീജിയർ. ഈ പുത്തൻ സാങ്കേതിക വിദ്യയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് യാതൊരു സംശയവും ചോദ്യവും ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്നില്ല. ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസ് ഹു ഹാവ് ടു ബി ടേക്കൻ ബാക്ക് ഫോർ സർജറി ഡ്യൂ ടു കോംപ്ലിക്കേഷൻസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് സർജറി. ഒന്നാം സർജറിയിൽ ഉണ്ടായ കോംപ്ലിക്കേഷൻ്റെ പേരിൽ പിന്നീട് ആശുപത്രിയിലേക്ക് രണ്ടാമതും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വരുന്ന രോഗികളുടെ കാര്യവും ഇതിൽ പറയുന്നില്ല. അബൌട്ട് റീബ്ലോക്കേജ് ഓഫ് ദി ആർട്ടറീസ് ദാറ്റ് വെർ യൂസ്ഡ് ഫോർ ദ ബൈപ്പാസ് ആസ് കമ്പയർഡ് ടു കൺവെൻഷണൽ സർജറി. പരമ്പരാഗത സർജറിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ സംഭവിക്കാറുള്ള റീബ്ലോക്കേജ്, ധമനികളിൽ ഉണ്ടാകുന്നത്, അതിലൂടെ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആൻഡ് മെനി അതേഴ്സ്, മറ്റ് പല കാര്യങ്ങളും. There was an attempt to juxtapose precise robotic surgery. ഇവിടെ നടന്നിരിക്കുന്നത് ഒരു വ്യത്യാസം മനസ്സിലാക്കി തരാനാണ്. അതായത് സൂക്ഷ്മങ്ങളായിട്ടുള്ള റോബോട്ടിക് സർജറിയുടെ ഗുണവും, വേർ ദ സർജൻ ഈസ് ജെന്റ്ലി ഹമ്മിങ് ഹിസ് ബ്രത്ത്. അവിടെ ഡോക്ടർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരുന്നില്ല, ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് ശ്വാസമെടുത്ത് സാവധാനത്തിൽ നിൽക്കാം. എഗെയിൻസ്റ്റ് ദ കൺഫ്യൂഷൻ ആൻഡ് ദ ബ്ലഡ് ആൻഡ് ഗോർ. ആശയക്കുഴപ്പങ്ങളില്ല, രക്തത്തിൻ്റെ ചീറ്റിത്തെറിക്കലുകളോ ഒന്നുമില്ല. ഓഫ് കൺവെൻഷണൽ സർജറി ഓഫ് ദ പോപ്പുലർ ഫിലിം
ആൻഡ് ടെലിവിഷൻ ഇമേജ്. സാധാരണ സിനിമയിലും അതുപോലെ തന്നെ ടെലിവിഷൻ പരിപാടികളിലും കാണുന്ന പോലെ പരിക്ഷീണിതനായി ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു ഡോക്ടറെ നമുക്ക് കാണേണ്ടതില്ല. ഓഫ് വിത്ത് an intensive expression on his face and sweat being wiped from his brow by a nurse. ഒരു നഴ്സ് അങ്ങനെ ക്ഷീണിതനായി ശസ്ത്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന വിയർത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ നെറ്റിയിലെ കൺപുരുക്കത്തിലെ വിയർപ്പ് ഒപ്പിയെടുക്കുന്ന കാഴ്ചയും. Those were the good old days. അതൊക്കെ പഴയ നല്ല കാലങ്ങളിലെ ഓഫ് സീറ്റ് ഓഫ് ദ പാൻസ് കൈൻഡ് ഓഫ് ടഫ് സർജറി. പഴയ കാലത്തെ ശസ്ത്രക്രിയയുടെ രീതികൾ. ഡസ് ഇറ്റ് മേക്ക് മീ നൊസ്റ്റാൾജിക് ഓർ വാട്ട്? ദാറ്റ് എന്തായാലും ഞാൻ കോഫി ഷോപ്പിൽ ഇരിക്കുകയാണല്ലോ. ഐ ഫിനിഷ്ഡ് മൈ കപ്പ് ഓഫ് കോഫി ആൻഡ് വാക്ക്ഡ് ഔട്ട് ഓഫ് ബാരിസ്റ്റ ഇൻ ടു ദ ബ്രൈറ്റ് സിറ്റി ലൈറ്റ്. കോഫി ഷോപ്പിലെ കാപ്പി കുടി നിർത്തി ഞാൻ ആ ബാരിസ്റ്റയിൽ നിന്ന് തെളിഞ്ഞ സിറ്റി ലൈറ്റിലേക്ക് ഞാൻ എത്തി. ഐ ക്രിങ്കിൾഡ് മൈ ഐസ് അഗെയിൻസ്റ്റ് ദം. ആ സിറ്റി ലൈറ്റിലേക്ക് എൻ്റെ കണ്ണ് ചിമ്മി തുറന്നു. സ്ക്വയർഡ് മൈ ഷോൾഡേഴ്സ് ആൻഡ് വാക്ക്ഡ് ഇൻ ടു മൈ കാർ. ദർ ഐ വാസ്. എൻ്റെ കാറിലേക്ക് ഞാൻ നടന്നു, ഷോൾഡറുകൾ നിവർത്തി. അവിടെയായിരുന്നു. ദ ലാസ്റ്റ് സ്റ്റാൻഡ് ഓഫ് ദ ക്ലിനിക്കൻ അഗെയിൻസ്റ്റ് ദ ഓൺസ്ലോട്ട് ഓഫ് ടെക്നോളജി. അതെ, ഒരുപക്ഷെ സാങ്കേതിക വിദ്യ ഇല്ലാതാക്കി തീർക്കുന്ന ആ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഞാനും. ഐ ഗോട്ട് ഇൻ ടു മൈ കാർ. ഞാൻ എൻ്റെ കാറിലിരുന്നു. ആൻഡ് വാസ് ഡ്രിവൺ ബാക്ക് ഹോം. കാർ ഓടിച്ച് വീട്ടിലേക്ക് എത്തി. വെൻ ഐ റിമെമ്പേർഡ് ആൻ ഏർലിയർ ഇൻസിഡൻറ്റ് ഇൻ ദ ICU. അപ്പോഴാണ്, തിരിച്ച് കാർ ഓടിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഞാൻ പണ്ട് ICUവിൽ നടന്ന ഒരു പഴയ സംഭവം ഓർക്കുന്നത്. ജസ്റ്റ് അനദർ നൈറ്റ് ഓൺ കോൾ ഇൻ ഒക്ടോബർ. ഒക്ടോബറിലെ ഒരു മറ്റൊരു രാത്രി ജോലി. വി ഹാഡ് അവർ ഹാൻഡ്സ് ഫുൾ വിത്ത് 22 സിക്ക് പേഷ്യൻസ്. 22ഓളം വരുന്ന രോഗികൾ ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ തന്നെയുണ്ട്. ഐ ഗോട്ട് എ കോൾ ഫ്രം ദ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ ഒരു കോൾ എനിക്ക് കിട്ടി. എ പേഷ്യൻ്റ് ഹു ഹാഡ് റീച്ച് കാഷ്വാലിറ്റി ഫോളോവിങ് എ കാർ ആക്സിഡൻറ്റ് വാസ് ഹാവിങ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീതിങ് ആൻഡ് വാസ് സിങ്കിങ്. ഒരു രോഗി ഒരു കാർ ആക്സിഡൻറ്റിനെ തുടർന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് മാത്രം ശ്വാസമെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. ഐ റഷ്ഡ് ടു ദ കാഷ്വാലിറ്റി അക്കമ്പനിഡ് ബൈ മൈ സീനിയർ റെസിഡൻറ്റ് ഡോക്ടർ രാകേഷ് ഗുപ്ത. അത് എൻ്റെ സീനിയർ റെസിഡൻ്റ് ആയിട്ടുള്ള ഡോക്ടർ രാകേഷ് ഗുപ്ത എന്ന ഡോക്ടറുടെ കൂടെ ഞാൻ കുതിച്ച് കാഷ്വാലിറ്റിയിലേക്ക് എത്തി. ദി ആക്സിഡൻറ്റ് വിക്ടിം വാസ് എ വെൽ ബിൽറ്റ് മാൻ ഓഫ് 20-30 years. ഏതാണ്ട് 28-30 വയസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ആ ചെറുപ്പക്കാരൻ്റെ പ്രായം. ഹു ഹാഡ് ബീൻ ഔട്ട് ഓഫ് ഡ്രൈവിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഒരുപക്ഷെ സുഹൃത്തുക്കളോടൊപ്പം കാർ ഓടിക്കുകയായിരുന്നു. വെൻ ഹിസ് കാർ ബാങ്ക്ഡ് ഇൻ ടു എ സ്റ്റേഷനറി വാൻ നിയർ ഇന്ത്യ ഗേറ്റ്. ഇവിടെ ഇന്ത്യ ഗേറ്റിനടുത്ത് ഒരു നിർത്തിയിട്ടിരുന്ന വാനിലേക്ക് അയാളുടെ കാർ ഇടിച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു. ഹിസ് ഫ്രണ്ട്സ് ഹാഡ് എസ്കേപ്ഡ് വിത്ത് കട്ട്സ്. പക്ഷേ സുഹൃത്തുക്കളെല്ലാം ചെറിയ മുറിവുകളോടുകൂടി രക്ഷപ്പെട്ടു. ആൻഡ് കട്ട്സ് ആൻഡ് ബ്രൂയിസസ്, മുറിവുകളും ചതവുകളും. But he was behind the wheel and had got crushed between the seat and the steering wheel. അദ്ദേഹം പക്ഷേ ഈ വണ്ടി ഓടിച്ചിരുന്ന ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹം സ്റ്റിയറിംഗ് വീലിനും അതുപോലെ തന്നെ മുന്നിലുള്ള ഭാഗങ്ങൾക്കും ഇടയിലായി ഞെരിഞ്ഞമർന്നു. വെൻ വി എക്സാമിൻഡ് ഹിം, ഞങ്ങൾ അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ ഹിസ് ചെസ്റ്റ് വാസ് മൂവിങ് ഇൻ ആൻ ഓഡ് വേ. അദ്ദേഹത്തിൻ്റെ നെഞ്ച് ഒരു പ്രത്യേക രീതിയിൽ ചലിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഹിസ് ബ്രീതിങ് വാസ് ലേബേർഡ്. അയാളുടെ ശ്വാസമെടുപ്പ് വളരെ കഷ്ടപ്പെട്ടായിരുന്നു. സീംഡ് ലൈക്ക് ഫ്രാക്ചേർഡ് റിബ്സ്. കണ്ടിട്ട് വാരിയലുകൾ ഒടിഞ്ഞതായി തോന്നുന്നു, റിബ്സ് ഒടിഞ്ഞതായി തോന്നുന്നു. ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ചെസ്റ്റ്, നെഞ്ചിൻ്റെ ഇരുവശത്തുമായിട്ട്. ഹിസ് പൾസ് വാസ് വെരി ഫീബിൾ. അദ്ദേഹത്തിൻ്റെ പൾസ്, നാടിമിടിപ്പ് വളരെ നേർത്തതായിരുന്നു, ഫീബിൾ. ആൻഡ് ഹിസ് ബ്ലഡ് പ്രഷർ വാസ് ജസ്റ്റ് 70 mmHg. ഏതാണ്ട് 70 mmHg ആയിരുന്നു. സിസ്റ്റോളിക് പ്രഷർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ BP നോർമൽ വേണ്ടത് 110-140 ഏറ്റവും കുറഞ്ഞ 110 വേണം. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് 70 ഉള്ളൂ. ഹിസ് ഹാർട്ട് വാസ് ബീറ്റിംഗ് വെരി ഫാസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം അതിവേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് മൂവിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് കോൺഷ്യസ്നസ്. അബോധാവസ്ഥയിലേക്കും സുബോധാവസ്ഥയിലേക്കും മാറി മാറി അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഹി ഡിഡ് നോട്ട് സീം ടു ഹാവ് എനി മേജർ ഇഞ്ചറീസ് ഓൺ ഹിസ് ഫേസ് ആൻഡ് ഹെഡ്. അദ്ദേഹത്തിൻ്റെ തലയിലും മുഖത്തും കാര്യമായ മുറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബട്ട് വൺ കുഡ്ന്റ് ബി അബ്സല്യൂട്ട്ലി ഷുവർ ഓൺ കർസറി എക്സാമിനേഷൻ. പക്ഷേ അത് ഉറപ്പിക്കാനും കഴിയുകയില്ലായിരുന്നു.